വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 നാടാകെ മഴക്കാലപൂർവ്വ ശുചീകരണവും ആരോഗ്യ ജാഗ്രതയും കൊട്ടിഘോഷിച്ച് വീടുകൾ തോറും കയറിയിറങ്ങി ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആരോഗ്യവകുപ്പ് സ്വന്തം സ്ഥാപനത്തിലെ മലിനീകരണം കാണാതെ കണ്ണടയ്ക്കുന്നു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി അധികൃതരുടെ കടുത്ത അനാസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള ചീഞ്ഞുനാറുന്ന മലിനജലം പരസ്യമായി റോഡിലേക്ക് ഒഴുക്കിവിട്ട് കൊതുക് വളർത്തൽ കേന്ദ്രമാക്കി മാറ്റി ജനങ്ങളെയും രോഗികളെയും ഒരുപോലെ ദുരിതത്തിലാഴ്ത്തുകയാണ് അധികൃതർ. വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന് മുന്നിലൂടെ ദുർഗന്ധം വമിക്കുന്ന മലിനജലം സംസ്ഥാന പാതയിലേക്ക് ഒഴുകുന്നത് പരിസരവാസികൾക്കും കാൽനടയാത്രക്കാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഈ മലിനജലം റോഡരികിലെ ഓടയിലേക്ക് പരന്നൊഴുകുവാൻ തുടങ്ങിയിട്ട് നിരവധി തവണ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. കടുത്ത ദുർഗന്ധം കാരണം ഈ പരിസരം ഒന്നാകെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കാനകളിലെ മണ്ണും മാലിന്യവും നീക്കി ഒഴുക്ക് സുഗമമാക്കാൻ നഗരസഭയും ആരോഗ്യവകുപ്പും ജനങ്ങളോട് കർശനമായി ആവശ്യപ്പെടുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ പരസ്യമായി മലിനജലം തെരുവിലേക്ക് ഒഴുക്കുന്നത്. ആശുപത്രി സൂപ്രണ്ടിനും നഗരസഭാ അധികൃതർക്കും മലിനജലം ഒഴുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ ആരോപിക്കുന്നു. കാലവർഷം കനക്കുന്നതോടെ കൂടുതൽ മലിനജലം സംസ്ഥാന പാതയിലേക്ക് ഒഴുകിയെത്തുമെന്നും ഇത് പ്രദേശത്ത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള ഗുരുതരമായ പകർച്ചവ്യാധികൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്നും പൊതുപ്രവർത്തകനായ KK അബൂബക്കർ പറയുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓട്ടുപാറ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ നാട്ടിൽ പനികൾ അധികം പടർന്നു പിടിക്കുന്നു, കൊതുകുകൾ പെരുകുന്നു. അപ്പോൾ നമ്മളോടൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി നിൽക്കണം. നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടാൽ ഫൈനടയ്ക്കും എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് ജില്ലാ ആസ്പത്രിയുടെ ഈ കോമ്പൗണ്ടിൽ മാസങ്ങളായി ഈ വെള്ളം ഇതേ രീതിയിലാണ് കെട്ടി നിൽക്കുന്നത്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെയധികം ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ്. ഹോസ്പിറ്റലിലേക്ക് വരുന്നവരും അല്ലാത്തവരും ഒക്കെ ഇവിടെ ബസ് കയറാൻ വന്ന് നിൽക്കുന്നതാണ്. തൊട്ടടുത്ത് കടകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓരോ ഈ കെട്ടി നിൽക്കുന്നതിൽ അനവധി കൊതുകുകളാണ് പെരുകി വരുന്നത്. മലേറിയ മാതിരിയുള്ള, അതേമാതിരി ഡെങ്കിപ്പനി, അതേമാതിരി എല്ലാ രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അധികാരികൾ ഈ അവരുടെ മൂക്കിന് താഴെ ഇങ്ങനെ മലിനമായ വെള്ളം കെട്ടിക്കിടന്നിട്ടും അതിലേക്ക് അവരുടെ ശ്രദ്ധ എത്തിയില്ല എന്ന് പറഞ്ഞത് അതിശയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഈ കെട്ടി നിൽക്കുന്ന വെള്ളം നീക്കം ചെയ്യാനുള്ള ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഒരു നാട്ടുകാരൻ എന്നുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കാണുന്നത്. ഇപ്പം നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മാസമായി വെള്ളം ഇങ്ങനെ, മാസത്തിൽ കൂടുതലായി വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. സ്വന്തം സ്ഥാപനത്തിലെ വീഴ്ചകൾ പരിഹരിക്കുവാൻ തയ്യാറാകാത്ത അധികൃതരുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഈ ദുരവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യം.